സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നൊരു കുടുംബത്തിൻ്റെ കൂടെയാണ്. ജോസ്ഗിരിയിലുള്ള ബിജേട്ടൻ്റെ കുടുംബത്തിലാണ് ഞാൻ. ബിജേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചു നേരം പള്ളി പ്രാർത്ഥന കൊയറിൽ അല്ലേ, അതെ, ഗാന ശുശ്രൂഷയ്ക്ക് പള്ളിയെ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ബന്ധമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വരുന്നത് ബിജേട്ടൻ്റെ മകള് അഗസ്റ്റീനെ കാണാനും അഗസ്റ്റീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. അഗസ്റ്റീന എത്ര പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് നല്ല സൂപ്പറായിട്ട് പാട്ട് പാടും, ഭക്തിയാനൊക്കെ അടിപൊളിയായിട്ട് പാടും. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടാം. പേര് ബിജേട്ടൻ എന്ന് പറഞ്ഞു. ബിജേട്ടൻ, അഗസ്റ്റീന, ചേച്ചിയുടെ പേര് ജോസ്മി, കുഞ്ഞിൻ്റെ പേര് ആഗ്നൻ, എൻ്റെ പേര് അന്നാവരി. എത്ര പഠിക്കുന്നത്? 10ൽ. അപ്പോൾ ഇതാണ് ഇവരുടെ സന്തുഷ്ടമായ കുടുംബം. ഇനി സ്നേഹമുള്ളവരെ, അഗസ്റ്റീനോട് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഗാനങ്ങളെ, പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഗാനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. അപ്പോൾ ഈ കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ദൈവം നൽകിയ കഴിവിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുഞ്ഞാണ്. അപ്പോൾ അഗസ്റ്റീന എന്നോട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്? ഞാൻ 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് തിരുവാത്സവത്തിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് പാട്ട് പാടിയത്. 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പാട്ട് പാടി. ജിൻസ്മരിയ സിസ്റ്ററാണ് എന്നെ തിരുവാത്സവത്തിന് മത്സരത്തിന് ആദ്യമായിട്ട് കൊണ്ടുപോയത്. സിസ്റ്റർ കൊണ്ടുപോയി പാട്ട് പാടി. 2ാം ക്ലാസ്സിലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത് എൻജി മ്യൂസിക് അക്കാഡമിയിൽ. കുഞ്ഞിപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അപ്പോൾ 2ാം ക്ലാസ്സിൽ തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി. ഓ, ശരി. നമ്മുടെ പള്ളിയിലെല്ലാം ഞാൻ ഇവിടെ അവധിക്കൊക്കെ വരുമ്പോൾ, പള്ളി വരുമ്പോൾ കുഞ്ഞ് പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെച്ച് നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, നല്ല ശബ്ദമാണ് എന്നൊക്കെ ഒരു വർഷം മുൻപ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ കുഞ്ഞ് പറഞ്ഞില്ലേ, ഏതൊരു സിസ്റ്ററിൻ്റെ പേര് പറഞ്ഞില്ലേ? ജിൻസ്മരിയ സിസ്റ്റർ. ഏതാ കോൺഗ്രിഗേഷൻ? നമ്മുടെ ഇവിടുത്തെ തന്നെ. ഇവിടുത്തെ ജിൻസ്മരിയ സിസ്റ്റർ അല്ലേ? ആ സിസ്റ്ററാണ് കൊണ്ടുപോയത്. ബിച്ചേട്ടാ, അതെങ്ങനെയാ, അത് ഓർക്കുന്നുണ്ടോ സിസ്റ്റർ പറഞ്ഞത് കാര്യങ്ങൾ? അങ്ങനെ സിസ്റ്റർ ഇവിടെ ഞാൻ പള്ളിയിൽ പാടുമായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് പാടിച്ചു നോക്കാം, കഴിവുണ്ടോന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചെറിയൊരു പാട്ട് പാടിച്ചു നോക്കി. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷമാണ് ആദ്യമായിട്ട് ചെമ്മണ്ണാർ തിരുവാത്സവത്തിൻ്റെ മത്സരത്തിൽ കൊണ്ടുപോയത്. സിസ്റ്ററാണ് കൊച്ചിനോട് കഴിവ് കണ്ടെത്തിയത്. അപ്പോൾ ജിൻസ്മരിയ സിസ്റ്ററെ കൊച്ചിൻ്റെ കഴിവ് കണ്ടെത്തിയതിന് അതുകൊണ്ട് അവളിപ്പോൾ പാട്ടൊക്കെ പാടുന്നുണ്ട് അല്ലേ? നല്ല കാര്യം. അതിനുശേഷം പാട്ട് പഠിക്കാൻ തുടങ്ങി അല്ലേ? അതെങ്ങനെയാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ? പാട്ട് പഠിക്കാൻ ഇവിടെ വികാരിച്ചനാണ്, ജെയിംസ് അച്ഛനാണ് ഇവിടെ പാട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ പഴയ വലിയ വീട്ടിൽ കഴിവുണ്ടെന്നുണ്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് എൻജി മ്യൂസിക് അക്കാഡമിയിൽ തിരുവനന്തപുരത്ത് ബേസായിട്ട് ചെയ്യുന്നതാണ്. കൊല്ലത്തും ഉണ്ട് അവർക്ക്. നമ്മൾ തിരുവനന്തപുരമാണ് ചെയ്യുന്നത്, ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പോൾ 3 വർഷമായി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദികനും ഒരു സിസ്റ്ററുമാണ് ഇങ്ങനെ ഈ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സിസ്റ്റേഴ്സും വൈദികരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം അല്ലേ? എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാവും. നിനക്ക് ഇപ്പോൾ പറയാണ്, പെട്ടെന്ന് മനസ്സിലോട്ട് പറയാണ് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുക? ഈശോ നീ എന്നുള്ളിൽ വന്ന. എന്നാ ഒന്ന് പാടാവോ? ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വലോകമാകും. ഈശോ നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായി നിന്റെ ഉള്ളിൽ, തിരുരക്തമായി നിന്റെ ഹൃത്തിൽ, തിരുജീവനീകുന്ന കരുണാമയ എന്നിൽ തിരുപൂജ്യമായി നീ വരൂ. ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വലോകമാകും. അടിപൊളി, നന്നായിട്ട് പാടി അല്ലേ? അപ്പം അങ്ങനെ ഇപ്പം മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? അങ്ങനെയാ? തിരുവത്സവത്തിന് അന്ന് നമ്മൾ 1ാം ക്ലാസ് തുടങ്ങിയ മത്സരമാണല്ലേ? അതാണോ അവിടെ ഇരിക്കുന്ന ഈ കുറേ ട്രോഫിയൊക്കെ ഉണ്ടല്ലോ വീടിനകത്ത്? കുറച്ച് അതുപോലെ സ്കൂളിൽ നിന്ന് ഉപജില്ലാ സബ് ജില്ലാ മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. കലോത്സവങ്ങൾക്ക്. ശരി. പ്രൈസ്
കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് ഒക്കെ ഉള്ളൂ എന്തെങ്കിലും. പതുക്കെ പതുക്കെ അല്ലേ? അതെ അതെ, വരുന്നതാണല്ലോ. 40 പിള്ളേർ മത്സരിച്ച് അവിടുന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. ഇനി വന്നപ്പോൾ പറയുന്നത് കേട്ടു പാട്ടിൽ ഇപ്പൊ പാടി 2 ആൽബങ്ങൾ, അതിന്റെ കാര്യം ഒന്ന് പറയാം. 2 ആൽബങ്ങളിൽ ഒന്ന് MG ശ്രീകുമാറിന്റെ തന്നെ സാറിന്റെ ആൽബത്തിലെ ക്രിസ്മസ് കരോൾ ഗാനമായിരുന്നു, ഗ്രൂപ്പായിട്ട് ചെയ്തതാണ്. അതിൽ ചെയ്തു. പിന്നെ ഏത് മ്യൂസിക്കില് ഒരു കരോൾ ഗാനത്തിന് അതും ഗ്രൂപ്പായിരുന്നു. അങ്ങനെ 2 ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കലാഫണ്ട് ഒരു ഗാനമേളയ്ക്ക് മുഖം കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് പെർഫോം ചെയ്തില്ല, മുഖം കാണിച്ചു. അപ്പം അങ്ങനെ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, അല്ല 5ാം ക്ലാസ് അല്ലല്ലോ, 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുക തന്നെ പാട്ട് പഠിച്ചു. അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. 5ാം ക്ലാസ്സിൽ ഇപ്പോൾ ആയ സമയത്ത് തന്നെ നല്ലപോലെ പാടുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്കറിയാം, ദൈവം നമുക്കൊരു കഴിവ് തരുന്നുണ്ടേ. അത് നമ്മൾ വളർത്തി വളർത്തി ദൈവത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവർക്ക് നന്മയ്ക്കും. അപ്പം ഇപ്പം നീ പാടിയില്ലേ, അശ്വിനെ പാടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അല്ലേ? അല്ലേ ചേച്ചി? നമുക്ക് സന്തോഷമായി. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കഴിവ് ഇപ്പം വീണ്ടും വീണ്ടും കഴിവ് വളർത്തി വളർത്തി മറ്റുള്ളവർക്ക് നന്മയാണ്. അപ്പം നിനക്ക് അപ്പം ദൈവം സന്തോഷിക്കും അല്ലേ? ആ കഴിവ് വളർത്തനുസരിച്ച് ദൈവം സന്തോഷിക്കും. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാം. ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ? തിരുനാഥനീശോ കാരുണ്യത്തിൻ ആത്മീയ ഭോജനമായി, തിരുനാഥനീശോ കാരുണ്യത്തിൻ ആത്മീയ ഭോജനമായി, അതിപൂജ്യമാം തിരുവോസ്തിയായി നവജീവനായി വന്നിൽ. പ്രിയപ്പെട്ട സഹോസ്, ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പാടിയ 2 പാട്ടും അത് ക്രിസ്തീയ ഭക്തിഗാനമാണ്, ദിവ്യഗാനത്തിൻ്റെ പാട്ടാണ്, ഈശോയിലോട് കൂടുതൽ സ്നേഹം നൽകുന്ന പാട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ വേണമെങ്കിൽ അവിഷ്ണു ചോദിച്ചു കഴിഞ്ഞാൽ അവിഷ്ണിക്ക് വേണമെങ്കിൽ ഇന്നത്തെ സിനിമാ പാട്ടും എല്ലാം പാടാം അല്ലേ? വേറെ ഏതെങ്കിലും പാട്ടൊക്കെ പാടാം. പക്ഷേ അവൾ തിരഞ്ഞെടുത്തത് ഏതാണ്? ഈശോയുടെ പാട്ടാണ്. അത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. നമ്മൾ ഇങ്ങനെ ഭക്തിഗാനങ്ങൾ പഠിക്കുക അല്ലേ? ഭക്തിഗാനത്തിൽ വളരുക, ഈശോയുടെ സ്നേഹത്തിൽ വളരുക കേട്ടോ. അപ്പോൾ അഗസ്തീന ഞങ്ങൾക്കൊരു മാതൃകയാണ്. അഗസ്തീന ഞങ്ങൾക്ക് മാതൃകയാണ്. അപ്പോൾ അത് അഗസ്തീന മാത്രമല്ല, അത് ഇവിടെയുള്ള ബീച്ചേട്ടനായാലും ചേച്ചിയായാലും അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സിനിമ പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ചു പാടും. അപ്പോൾ പഠിപ്പിക്കുന്നതാണല്ലോ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പള്ളിയിലെ കാര്യങ്ങൾക്ക് വിടുന്നതുകൊണ്ടും ഭക്തിഗാനങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ടും അങ്ങനെ വളർത്തുന്നതുകൊണ്ടാണ് കുഞ്ഞിന് ഇത് വരുന്നത് അല്ലേ? അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പ്രോത്സാഹനവും. അപ്പോൾ അങ്ങനെ വളരുക. അപ്പോൾ നല്ല കാര്യം. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന, അപ്പം പ്രിയപ്പെട്ട സഹോസ്, ഈശോയെ സ്നേഹിക്കുന്നൊരു കുഞ്ഞാണ് അഗസ്തീന. അത് അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. പാട്ടുകാരി മാത്രമല്ല, ഈശോയെ സ്നേഹിക്കുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ നിങ്ങളും ഈശോയെ സ്നേഹിക്കുക. നിങ്ങളുടെ കഴിവുകൾ വളർത്തി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പോൾ അഗസ്തീനയ്ക്കും അതുപോലെ ബീച്ചേട്ടനും ചേച്ചിക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.